തിരുവനന്തപുരത്ത് കോളേജ് വിദ്യാർത്ഥിയായ സജിന് പോലീസിന്റെ പീഡനം. മുടിയും താടിയും വെട്ടി വന്നാലേ ലൈസൻസ് നൽകുമെന്ന് തിരുവനന്തപുരം കൺട്രോൾ റൂമിലെ സിഐ സജിനെ ഭീഷണിപ്പെടുത്തി. കൂടാതെ തന്റെ വീട്ടിലുള്ളവരെ സിഐ അസഭ്യം പറഞ്ഞതായും സജിൻ പരാതിപ്പെട്ടു. പോലീസ് പീഡനത്തിനെതിരെ സജിൻ യൂത്ത് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കഴക്കൂട്ടം സ്വദേശിയും 2ാം വർഷ ബികോം വിദ്യാർത്ഥിയുമായ സജിൻ സന്തോഷിന്റെ ലൈസൻസ് ഷാഡോ പോലീസ് പിടിച്ചുകൊണ്ടുപോയത്. കഴക്കൂട്ടത്തു നിന്നും കാര്യവട്ടത്തേക്ക് പോകുന്ന വഴി ഒരു കടയിൽ നിർത്തി വെള്ളം കുടിക്കുമ്പോഴാണ് ഷാഡോ പോലീസ് ലൈസൻസ് കൈക്കലാക്കിയതെന്ന് സജിൻ പറഞ്ഞു. ലൈസൻസ് വാങ്ങാനായി തിരുവനന്തപുരം കൺട്രോൾ റൂമിൽ എത്താനും സജിനോട് പോലീസ് നിർദ്ദേശിച്ചു. ഇതേ തുടർന്ന് തിങ്കളാഴ്ച ലൈസൻസ് വാങ്ങാനായി കൺട്രോൾ റൂമിൽ എത്തിയപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിഐ താടിയും മുടിയും വെട്ടി വസ്ത്രം മാറി വരാൻ നിർദ്ദേശിച്ചു. കൂടാതെ ചൂരൽ കൊണ്ട് തന്നെ ഭീഷണിപ്പെടുത്തിയതായും സജിൻ പറയുന്നു. കണ്ടപ്പോൾ പറഞ്ഞു മുടി വെട്ടി പാൻസിൻ്റെ ബെൽറ്റ് വാങ്ങിയിട്ട് തലമുടിയും സാടിയും എല്ലാം ഷേവ് ചെയ്ത് വന്നാലേ തരുമെന്ന്. ഇത് കണക്ക് താടി വഴിച്ച് ചെന്നപ്പോൾ പറഞ്ഞു പറ്റത്തില്ല, മുട്ടയടിച്ച് പോലീസുകാരെ കണക്ക് വന്നാലേ തരുമെന്ന്. അതുപോലെ അണ്ടർവെയറിൻ്റെ സ്ട്രാപ്പുള്ള ഇട്ടാൽ പറ്റൂല, അതും മാറ്റണമെന്ന് പറഞ്ഞു. താടി മുസ്ലിംസിനെ വെക്കാവൂ, ഞങ്ങൾക്ക് വെച്ചുകൂടാന്ന്. ഇത് ഇത്രയും ചെയ്തിട്ട് ചെന്നിട്ട് പോലും തന്നില്ല. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ചെന്നപ്പോൾ 1000 രൂപ പെറ്റിയും പറഞ്ഞ് ബാങ്കിൽ കൊണ്ട് അടയ്ക്കാൻ പറഞ്ഞു. ഒരു 4-5 തവണയെങ്കിലും കയറി ഇറങ്ങി കാണും. ചൂരിലെടുത്ത് അടിക്കാൻ പോയി, പിന്നെ അടിച്ചില്ല, ഓങ്ങി. ഞാൻ കുറേ ചീത്ത വിളിച്ചു, അച്ഛനും അമ്മയ്ക്കൊക്കെ പറഞ്ഞു. ഇത്തരത്തിലെ മാനസിക പീഡനത്തിന് ശേഷം 1000 രൂപയുടെ ചെലാൻ എടുത്തു നൽകിയ ശേഷം മാത്രമാണ് സജിന് ലൈസൻസ് തിരികെ ലഭിച്ചത്. പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്നവരോട് മാന്യമായി പെരുമാറണമെന്ന DGPയുടെ സർക്കുലർ നിലനിൽക്കെയാണ് സംഭവം. പോലീസ് പീഡനത്തിനെതിരെ സംസ്ഥാന യൂത്ത് കമ്മീഷനും സജിൻ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മോചനദ്രവ്യം ആവശ്യപ്പെട്ട് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ പ്രസിഡന്റിന്റെ മകൻ അറസ്റ്റിലായി. മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ കണ്ടത്തിലിന്റെ മകൻ അഷ്റഫിനെയാണ് ഇസ്മയിൽ എന്നയാളെ തട്ടിക്കൊണ്ടുപോയ കേസിൽ കളമശ്ശേരി പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. എറണാകുളം പനമ്പള്ളി നഗറിൽ ട്രാവൽ ഏജൻസി നടത്തുന്ന ഇസ്മയിൽ എന്നയാളെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ കണ്ടത്തിലിന്റെ മകൻ അഷ്റഫിനെ കളമശ്ശേരി SI ഗോപകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെ HMT ജംഗ്ഷനിൽ വെച്ച് ഇസ്മയിലിനെ അഷ്റഫും മറ്റ് 2 പേരും ചേർന്ന് കാറിൽ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് പെരുമ്പാവൂരിലെ ഗോഡൌണിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും 70,000 രൂപയും മൊബൈൽ ഫോണും തട്ടിയെടുക്കുകയും ചെയ്തു. മർദ്ദനത്തിൽ ഇസ്മയിലിനെ മാരകമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സ്റ്റേഷനിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ മൊബൈൽ ടവർ ലൊക്കേറ്റ് ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് പെരുമ്പാവൂരിലെ ഗോഡൌണിൽ വെച്ച് പോലീസിന് അഷ്റഫിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. ആലുവയിൽ ട്രാവൽ ഏജൻസി നടത്തുന്ന അഷ്റഫ് ആളുകളെ ഹജ്ജിന് കൊണ്ടുപോകുന്നതിനായി ഒരാൾക്ക് 2 ലക്ഷം രൂപ എന്ന നിരക്കിൽ 78 ലക്ഷം രൂപ ഇസ്മയിലിന് നൽകിയിരുന്നു. 18 പേരെ ഹജ്ജിന് കൊണ്ടുപോവുകയും ചെയ്തു. ബാക്കി തുക അഷ്റഫ് ഇസ്മയിലിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ തുക മടക്കി നൽകാൻ വൈകിയതിനാണ് ഇസ്മയിലിനെ അഷ്റഫ് തട്ടിക്കൊണ്ടുപോയത്. അഷ്റഫിനോടൊപ്പം ഇസ്മയിലിനെ തട്ടിക്കൊണ്ടുപോകാൻ സഹായിച്ച മറ്റ് 2 പേർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാട്സാപ്പും ഫേസ്ബുക്കും ഉപയോഗിക്കുന്നതിന് ഭർത്താവ് വിലക്ക് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് മലയാളി യുവതി ജീവനൊടുക്കി. കോയമ്പത്തൂരാണ് സംഭവം. വാട്സാപ്പും ഫേസ്ബുക്കും ഉപയോഗിക്കുന്നതിന് ഭർത്താവ് വിലക്കേർപ്പെടുത്തിയതിനെ തുടർന്ന് മലയാളിയായ 20-കാരി അപർണയാണ് കോയമ്പത്തൂരിലെ കൗണ്ടപ്പാളയത്തുള്ള വീട്ടിൽ തൂങ്ങി മരിച്ചത്. ലോറി ഡ്രൈവറായ ഭർത്താവ് കുമാർ ജോലി ആവശ്യത്തിനായി എപ്പോഴും പുറത്തു പോകും. ഈ സമയത്ത് അപർണ സോഷ്യൽ മീഡിയകളിൽ സജീവമാവുകയാണ് പതിവെന്നും പോലീസ് പറയുന്നു. എപ്പോഴും വാട്സാപ്പും ഫേസ്ബുക്കും ഉപയോഗിക്കുന്നതിനെ ചൊല്ലി തിങ്കളാഴ്ച ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. തുടർന്ന് ഭർത്താവ് ഫോൺ എടുത്തു മാറ്റി. പിന്നീട് മറ്റൊരു ഫോണിൽ നിന്ന് സഹോദരനെ വിളിച്ചു പറഞ്ഞതിന് ശേഷം അപർണ തൂങ്ങിമരിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. അപർണയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനു മുൻപേ തന്നെ മരണം സംഭവിച്ചിരുന്നു. അപർണയുടെ മരണത്തിൽ മനംനൊന്ത് കുമാർ വീടിന്റെ ടെറസിൽ നിന്ന് ചാടി ജീവനൊടുക്കാൻ ശ്രമിച്ചെങ്കിലും ബന്ധുക്കൾ യഥാസമയം ഇടപെട്ടതിനാൽ അപകടമുണ്ടായില്ല. ന്യൂസ് ഡെസ്ക്. ആനക്കൊമ്പ് വ്യാപാരത്തിന്റെ ഉള്ളറകളിലേക്ക് അന്വേഷണം കടക്കുന്നു. അന്താരാഷ്ട്ര ഇടനിലക്കാരൻ ഉമേഷ് അഗർവാളിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭ്യമായത് വൻ രഹസ്യങ്ങൾ. ഇടമലയാർ ആനവേട്ട കേസ് വഴിത്തിരിവിലേക്ക്. ഇടമലയാർ ആനവേട്ട കേസ് ഉൾപ്പെടെ രാജ്യത്ത് നടക്കുന്ന ആനക്കൊമ്പി വ്യാപാരത്തിന്റെ ഉള്ളറകളിലേക്ക് അന്വേഷണം കടക്കുന്നു എന്നതിന്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലുണ്ടായ ആനക്കൊമ്പ് വേട്ട. 25 കോടിയോളം വിലമതിക്കുന്ന 700 കിലോ ആനക്കൊമ്പാണ് ദില്ലിയിൽ പിടികൂടിയത്. ഇടമലയാർ ആനക്കൊമ്പ് ഇടപാട് കേസിലെ മുഖ്യപ്രതി ഉമേഷ് അഗർവാൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വനം വകുപ്പും പോലീസും സംയുക്തമായി റെയ്ഡ് നടത്തി ആനക്കൊമ്പുകൾ കണ്ടെടുത്തത്. കിഴക്കൻ ഡൽഹിയിലെ വിജയ പാർക്കിൽ ആളൊഴിഞ്ഞ വീട്ടിൽ 29 പെട്ടികളിലായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു 700 കിലോയോളം വരുന്ന ആനക്കൊമ്പുകൾ.
ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കൊമ്പ് കച്ചവടത്തിലെ പ്രധാനിയായ ഈഗിൾ രാജൻ എന്ന പ്രതിയെയും വനപാലകർ അറസ്റ്റ് ചെയ്തിരുന്നു. കേരളത്തിലെ സുപ്രധാന ഇടനിലക്കാരിലൊരാളായ ഈഗിൾ രാജനിൽ നിന്നാണ് ഉമേഷ് അഗർവാൾ ആനക്കൊമ്പുകൾ വാങ്ങിയിരുന്നത്. കേരളത്തിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഉമേഷ് അഗർവാൾ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു. കേരളത്തിലെ വനങ്ങളിൽ നിന്ന് വേട്ടയാടിയ ആനകളുടെ കൊമ്പുകളും നാട്ടാനകളുടെ കൊമ്പുകളും പിടിച്ചെടുത്തവയിൽ പെടുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ അറസ്റ്റിലായിട്ടുണ്ടെന്നാണ് സൂചനകൾ. ന്യൂസ് ഡെസ്ക്. സേവനാവകാശ നിയമം അട്ടിമറിക്കുന്ന വർക്കല മുനിസിപ്പാലിറ്റി സെക്രട്ടറി പല കോടതി ഉത്തരവുകളും സർക്കാർ ഉത്തരവുകളും നടപ്പാക്കുന്നതിൽ അലംഭാവം കാണിക്കുന്നതായി വ്യാപക പരാതി. തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ടുമായി ഇന്ന് ഇവിടെ പറയുന്നു. നമസ്കാരം. സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റികളിൽ വകുപ്പ് മന്ത്രിക്കും വകുപ്പിനും തന്നെ ഏറെക്കാലമായി തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ് വർക്കല മുനിസിപ്പാലിറ്റി. സാധാരണക്കാർക്കും കൈക്കൂലി നൽകാത്തവർക്കും യാതൊരു തരത്തിലുമുള്ള നിയമാനുസൃതമായ സേവനവും ഇവിടെ നിന്ന് ലഭിക്കുന്നില്ല എന്നതാണ് വ്യാപകമായി ഉയർന്നിരിക്കുന്ന പരാതി. കെട്ടിട നിർമ്മാണ ചട്ടം കൃത്യമായി പാലിച്ച് നിർമ്മാണം നടത്തുന്ന വീടുകൾക്ക് പോലും നമ്പർ ഇട്ട് നൽകുന്നതിൽ കാലതാമസം വരുത്തുക എന്നതായിരുന്നു ഇവിടുത്തെ മുനിസിപ്പൽ എഞ്ചിനീയറുടെയും അസിസ്റ്റന്റ് എഞ്ചിനീയറുടെയും പ്രധാന ഹോബി. ഇവർ നിർദ്ദേശിക്കുന്ന ഏജൻസികളിൽ നിന്ന് പ്ലാൻ വരച്ച് നൽകിയാലേ അപ്രൂവൽ പോലും നൽകാറുള്ളൂ. ഇത്തരത്തിലല്ലാതെ വരുന്ന അപേക്ഷകളിൽ വർഷങ്ങളോളം കാലതാമസം വരുത്താനും ഈ ഉദ്യോഗസ്ഥർ മടികാട്ടിയില്ല എന്നും പറയുന്നു. നേരത്തെ ഈ മുനിസിപ്പാലിറ്റിയിൽ ജോലി ചെയ്തിരുന്ന MEയെയും AEയെയും അനധികൃത നിർമ്മാണങ്ങൾക്ക് വ്യാപകമായി കൈക്കൂലി വാങ്ങിക്കൊണ്ട് കൂട്ടുനിൽക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് വകുപ്പ് മന്ത്രി തന്നെ ഇടപെട്ട് സ്ഥലം മാറ്റിയിരുന്നു. അതേസമയം ഇത്തരത്തിലുള്ള ജീവനക്കാർക്ക് ഒത്താശ ചെയ്യുന്ന നടപടിയാണ് ഇപ്പോൾ സെക്രട്ടറി ഡോക്ടർ സാംജിയുടേതും. സേവനാവകാശ നിയമവും സെക്രട്ടറി അട്ടിമറിക്കുന്നുവെന്നും പരാതിയുണ്ട്. CPIM വർക്കല ഏരിയ സെക്രട്ടറി ഷാജഹാൻ. വർക്കല നഗരസഭയിലെ ഭരണം കെടുകാര്യസ്ഥയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. അവിടുത്തെ നഗരസഭാ സെക്രട്ടറി സർക്കാരിൻ്റെ ഉത്തരവുകൾ പോലും അവഗണിക്കുകയാണ്. സാധാരണക്കാരൻ ഏതെങ്കിലും ഉത്തരവ് സമ്പാദിച്ച് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് സമ്പാദിച്ച് നഗരസഭയിൽ ചെന്നാൽ അവരോട് വളരെ മോശമായ രീതിയിലാണ് നഗരസഭാ സെക്രട്ടറി പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വർക്കല മുനിസിപ്പാലിറ്റി സെക്രട്ടറിയായി നിയമനം നേടിയ ഡോക്ടർ സാംജിയുടെ പ്രവർത്തനത്തിൽ വകുപ്പ് മന്ത്രിക്കും വകുപ്പ് സെക്രട്ടറിക്കും അതൃപ്തിയുണ്ട്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.